4 3 2 ആരടാ തെറ്റിച്ചേ പോടാ പുല്ലേ. ഓ ഗൂർഖാസാണല്ലേ? അല്ല, ഞങ്ങള് പോലീസാ. പോലീസാ? കണ്ടാ പറയില്ല, രണ്ട് കൊണ്ടാ പറയും. എന്റെ പൊന്നിയേട്ടാ, ഞങ്ങളുടെ കൈ നിർത്തം ചാടിപ്പോയി. അവനെ തിരിച്ചു പിടിച്ചു കൊടുത്തില്ലെങ്കിൽ ഞങ്ങളുടെ രണ്ടുപേരുടെ പണിയും പോകും. രണ്ടു കുടുംബം പട്ടിണിയാവും. അടയാളം വല്ലതും? അടയാളം പറഞ്ഞുതരാം. 1 അടി പൊക്കം, നല്ല ഒത്ത ശരീരം, തലമുടി കറുത്തതാണ്. നമുക്ക് പ്രമോഷൻ കിട്ടും. നാളെ ഞാൻ കാണിച്ചത്. പക്ഷേ ഞാനാണ് കാണിച്ചതെന്ന് ആരോട് പറയരുത്. സത്യമായി സത്യമായിട്ട് ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. മാറിക്കോ. ഇനി നമുക്ക് അടിവെച്ച് മുന്നോട്ട് നമ്മളെന്തിനാ അടി വെക്കുക? നമ്മളൊന്നും ഒരു പ്രശ്നമില്ലല്ലോ. ഈ അടിയല്ലടാ, കാലടി. ഈ അടി 12 അടി വരെ കൂടെ വരണം. ഞങ്ങളും വരാം. 2 3 5 5 പിന്നെ എണ്ണ തെറ്റി. 5 5 5 6 4 2 3 7 10 12 1. ആളിവിടെ ഉണ്ട്, ഡിസ്റ്റർബ് ചെയ്യരുത്. ആ പടി കൊണ്ട വില ഗുണതട്ടില് പണ്ട് കുടുംബം അങ്ങ് കാരണം രക്ഷപ്പെടാൻ പോണത്. രക്ഷപ്പെട്ടു. ആയിക്കോട്ടെ ഡിസ്റ്റർബ് ചെയ്യരുത്. മോനെ മര്യാദക്കാരൻ. ഇതാണോ താൻ പറഞ്ഞ 6 അടി പൊക്കം ഒത്ത തടിയുള്ള ആള്? പൊക്കത്തിന്റെ കാര്യമൊക്കെ വിട്. മുടി കറക്റ്റ് ആണാ? ആണാ? ബടി 2 4 3 1 6. ഞാൻ പറഞ്ഞില്ലേ ഇയാൾക്ക് വട്ട. ഇയാളൊന്ന് 12 അടി തയ്ക്കോ? അതിനു മുമ്പ് നമ്മളെ 16 വയ്ക്കും. അത് ശരി. ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. പ്രപഞ്ചം നിധിയാണ്, പക്ഷേ അനശ്വരമല്ല. മനുഷ്യ ശരീരം ചിലപ്പോ അഗ്നിക്കിരയാവാം, പുഴുക്കൾക്ക് ഭക്ഷണമാവാം. ഈ സൗന്ദര്യം പാഴാക്കാനുള്ളതല്ല, ആസ്വദിക്കാനുള്ളതാണ്. അതെ, മൂപ്പനെ കൊന്നത് ഞാനാണ്. ഭാർഗവിയെ കൊന്നതും ഞാൻ തന്നെ. ഇനി ഒരു കൊല കൂടി നടത്താൻ എനിക്ക് മടിയില്ല. ഇത് പുറത്തു പറഞ്ഞാൽ നിന്റെ ചേച്ചിയുടെ ജീവിതം ഈ കൈകളിലാ. നശിപ്പിക്കും ഞാൻ എല്ലാം. എന്നിട്ട് എന്താ ഉണ്ടായത്? പറയാം, ഞാനെല്ലാം പറയാം. നീ ഈ പറഞ്ഞ സത്യമാണോ? അതെ ചേച്ചി, മൂപ്പനെയും ഭാർഗവിയും കൊന്നത് സ്വാമി തന്നെയാ. ഇനി ഈ ഗ്രാമവും അയാളെ നശിപ്പിക്കും. എനിക്കൊരു കാര്യം അറിയാനുണ്ട്.
ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ? നിനക്കറിയേണ്ടത് എന്തെന്ന് നാം നമ്മുടെ തൃക്കണ്ണിൽ കാണുന്നു. എന്താണല്ലേ ബാധ കീഴ്പ്പെടുത്തിയ നിന്റെ അനുജത്തിയുടെ ദൃഷ്ടിയിൽ നാം മൂപ്പന്റെ കൊലയാളിയാണ്. കാമം പൂണ്ട് അവരുടെ ചാരിത്രം കവരാൻ ശ്രമിച്ച നീചൻ. അവൾക്കിപ്പോ എന്നെ കാണുന്നത് പോലും ചതുർത്ഥിയാണ്. പാവം കുട്ടി, ഇതൊന്നും അവൾ സ്വയം പറയുന്നതല്ല, അവളിലെ ബാധ പറയിപ്പിക്കുന്നതാണ്. നീയും എന്നെ അവിശ്വസിക്കുന്നുവോ? സ്വാമി, എന്നോട് പൊറുക്കണം. സത്യത്തെ തിരിച്ചറിയുന്നവർ ക്ഷമയാചിക്കും. അത് പ്രപഞ്ച സത്യം. ഓം ഭഗവാൻ. കിട്ടിയ പുണ്യം തന്നെ കൂടുതലാ. കാവിലെ തിരി കൊളുത്തില്ലെന്ന് വെച്ച് എല്ലാം നശിക്കുമെങ്കിൽ നശിക്കട്ടെ. അപ്പൊ സ്വാമി പറയുന്നതിൽ കാര്യമുണ്ട്. എന്ത് കാര്യം? എല്ലാവരും ചതിച്ച് നശിപ്പിച്ച അയാൾ അടങ്ങും. അയാൾ ദുഷ്ടനാ, ദുഷ്ടൻ. എത്ര ദുഷ്ടനാണെങ്കിലും അയാൾ എന്റെ കഴുത്തിൽ മിന്നു കെട്ടിയ പുരുഷനാ, എന്റെ കാണപ്പെട്ട ദൈവം. സ്വാമി പറഞ്ഞതിപ്പോ തീർത്തും വിശ്വാസമായി. നിന്റെ ശരീരത്തിൽ ബാധ കയറിയിരിക്കുകയാണ്. നിനക്ക് വയ്യെങ്കിൽ വേണ്ട, കാവില് ഞാൻ വിളക്ക് വെച്ചോളാം. മോളെ, എന്റെ കുട്ടിക്ക് ഇതെന്തു പറ്റി? കാവില് തിരി കൊളുത്തിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ബോധം കെട്ട് കിടക്കുന്നതാ ഞങ്ങൾ കണ്ടത്. അനർത്ഥങ്ങൾ വല്ലതും കണ്ട് പേടിച്ചതായിരിക്കും എന്റെ കുട്ടി. ദേവി, എന്റെ കുട്ടിക്കൊന്നും വരുത്തല്ലേ. അനുഭവങ്ങളിലൂടെ അടയാളങ്ങൾ കണ്ടു തുടങ്ങി. പൗർണമി നാൾ ദൂരെയല്ല. ദേവിയെ പ്രീതിപ്പെടുത്താൻ സമയമായി. രാധേ, എന്താ സംഭവിച്ചത്?